once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അതായത് 18+ ആഡുകൾ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ അത് എങ്ങനെ തടയണം. പക്ഷെ അതിപ്പോൾ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഫോണ് പണ്ട് നമുക്ക് പേഴ്സണൽ മാത്രമായിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അല്ലേ? അഡൽട്ട് ആയിട്ടുള്ളൊരു അവരുടെ പേഴ്സണൽ ഫോണിലാണ് ഫോൺ, അല്ലെങ്കിൽ സ്മാർട്ട് TV, അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഇതിലാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്കുള്ള കയറ്റുന്ന എഡ്യൂക്കേഷൻ്റെ വരുന്നത്. അപ്പോൾ നമ്മുടെ 1 മുതൽ +2 വരെയുള്ള മക്കൾ ഈ വീഡിയോ കാണുന്ന നേരത്ത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ സെർച്ച് ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ അഡൽട്ട് കണ്ടന്റ് ആയിട്ടുള്ള ആഡ്സ് വന്നു കഴിഞ്ഞാൽ അതെന്താണെന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ അതിന്ന് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാം, ഒരു ഭാഗം പോലും നിങ്ങൾ വിടരുത്. കാരണം ഇതിൻ്റെ ബാക്കിലെ ട്യൂട്ടോറിയൽ വീഡിയോ വരുന്ന, അപ്പം മാക്സിമം കാണാം. പിന്നെ കുട്ടികളുള്ള പാരൻസിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പണ്ട് നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ കിഡ്സ് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യണം, അതേപോലെ തന്നെ ആക്ടിവിറ്റി എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ 2 കാര്യങ്ങൾ ചെയ്തിട്ടും, അതായത് ഗൂഗിളിലെ ആക്ടിവിറ്റി ക്ലിയർ ചെയ്തിട്ടും കുട്ടികളുടെ മോഡിലിട്ടിട്ടും ഒരു അഡ്വർടൈസ്മെന്റ് അഡൽട്ട് കണ്ടന്റ് ആയിട്ട് വന്നു. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചത്, ആഡ് പേഴ്സണലൈസേഷൻ ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെങ്ങനെയാണ് നമുക്ക് അത് എനേബിൾ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഇതിന്റെ ട്യൂട്ടോറിയലിൽ കാണും. അപ്പം പുള്ളി പറഞ്ഞു, ഇല്ല, ചെയ്തിട്ടില്ല, അത് അറിയില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അങ്ങനത്തെ അധികം പേർക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുക എന്നാണ് ഞാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞതിൽ ഒരു സീരിയസ് കാര്യമുണ്ട്. ഇപ്പം ഫോബ്സ് മാഗസിൻ പറഞ്ഞത് 90% ആണുങ്ങളും 70% പെണ്ണുങ്ങളും നമ്മുടെ അഡൽട്ട് സൈറ്റുകളിൽ കയറുന്നുണ്ടെന്നും പോണോ സൈറ്റ്സ് ബ്രൗസ് ചെയ്യുന്നുണ്ടെന്നും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അവരെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഗൂഗിൾ ആഡുകൾ തരും. അത് ഗൂഗിളിൽ ആഡിൻ്റെ വരുമാനം കൊണ്ട് തരണം. അപ്പം നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ഡിവൈസുകളിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മുടെ പേഴ്സണൽ മെയിൽ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോണിൽ തന്നെ കാണണമെന്നില്ല. കുട്ടിക്ക് കൊടുക്കുന്ന ഫോണായതുകൊണ്ട് ഞാൻ കാണില്ല, ഞാൻ വേറെ ഡിവൈസിലാണ് കാണലെന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങളുടെ സെയിം മെയിൽ ID തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? അതെ, സെയിം മെയിൽ ID ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡിവൈസിൽ അത് എങ്ങനെ പേഴ്സണലൈസ് ചെയ്യണം, എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ ഒരു ഓപ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കളത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണുമ്പോൾ നമുക്ക് വളരെ മോശമാവും. അപ്പം മക്കളില്ലെങ്കിൽ നമ്മുടെ ഫോൺ, പക്ഷെ നമ്മുടെ ഫോൺ ഒരാൾക്കും കൈവിട്ട് കൊടുക്കരുത് എന്ന് പറയുന്നതും ഇതാണ് കാര്യം. അപ്പം നമ്മുടെ പേഴ്സണൽ ഫോണിൽ ഇങ്ങനത്തെ, പക്ഷെ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഈ അവസ്ഥ വരുമ്പോൾ നമ്മൾ കൊടുത്തു പോകും. കാരണം എന്താണ്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കായിട്ട് ഒരു ഡിവൈസ് വാങ്ങിക്കൊടുക്കണം. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവും കാര്യങ്ങളും അല്ലേ. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യണം, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്ത്, അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഉണ്ട്, കിഡ്സ് മോഡ് എങ്ങനെയാണ് യൂട്യൂബിൽ എനേബിൾ ചെയ്യണമെന്നും, അതേപോലെ തന്നെ ആക്ടിവിറ്റി വീഡിയോ, അത് പണ്ട് ചെയ്ത ഗൂഗിൾ ആക്ടിവിറ്റിൻ്റെ, അത് ഒന്ന് സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ കാണുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് വെക്കണം. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ സെയിം മെയിൽ ID വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് അത് ഈ മക്കൾ സെർച്ച് ചെയ്യുമ്പോൾ കാണും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ വെച്ചാൽ ഒന്നും കൂടെ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഗൂഗിൾ ആക്ടിവിറ്റി, അത് myactivity.google പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്താൽ നന്നാവെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ എന്ത് ചെയ്യുക, ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യരുത്, അത് അൺസബ് ആയി പോകും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ബ്ലോക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏത് ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ബ്രാൻഡ് മാറി കഴിഞ്ഞാൽ ഓണറിൻ്റെ ഒഴിച്ചിട്ട്, ഓണറിൽ ഈ ഓപ്ഷൻ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗൂഗിളിൻ്റെ ഇത് വിട്ടിട്ടുണ്ട്. പഴയ ഓണറിലുണ്ടാവും, പുതിയ ഇനി അങ്ങോട്ട് വരുന്ന ഓണർ ഫോൺസിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയ ഓണർ ഫോൺസിൽ ഉണ്ടാവില്ല. ഇവിടെ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് കയറും. ഇവിടെ കാണിക്കും, നമ്മുടെ മെയിനായിട്ട് ഗൂഗിൾ അക്കൗണ്ട് കാണിക്കും. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. ഈ ആഡ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റീസെറ്റ് അഡ്വർടൈസിങ് ID, ഓപ്റ്റ് ഔട്ട് ഓഫ് ആഡ്സ് പേഴ്സണലൈസേഷൻ. ഇത് എനേബിൾ ആയിരിക്കണം. ഇത് ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ ഓഫ് ആയിട്ടായിരിക്കും കിടക്കുക. ഞാനത് എൻ്റെയൊക്കെ ആഡ് പേഴ്സണലൈസേഷൻ ചെയ്യണമുണ്ട്. എനിക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് മതി എന്നുള്ള ആ ഒരു ഔട്ട് ഓഫ് പേഴ്സണലൈസ്ഡ് ആഡ്സ്, അത് എനിക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് വേണ്ട എന്നുള്ള ഒരു ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുള്ള ആഡ്സ് വന്നു കഴിഞ്ഞാൽ വെറുതെ വേണ്ട പറഞ്ഞിട്ട് നമ്മളത് എന്ത് ചെയ്യും, ആ ഒരു ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എനേബിൾ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പേഴ്സണലൈസ്ഡ് അഡൽട്ട് കണ്ടൻറ്റുള്ള ആഡുകളൊന്നും വരില്ല. അപ്പോൾ അതൊരു 80%-90% വരെ നമ്മുടെ ഫോൺ സേഫ് ആയിരിക്കും. പിന്നെ എന്നിട്ട് ഇവിടെ ചോദിക്കും, ഇങ്ങനെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ഓൺ ആക്കുമ്പോൾ ദേ ആർ നോട്ട് ബേസ്ഡ് ഓൺ
യുവർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ചെറിയ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരും, അത് എന്തായാലും അവർക്ക് തരേണ്ട വരും. കാരണം ആൻഡ്രോയിഡ് ഫ്രീ വെയർ ആണ്, അപ്പോൾ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യും. പിന്നെ റെഡ്മീൻ്റെ ഒക്കെ ഫോൺ പറയുമ്പോൾ ഇഷ്ടംമാതിരി ആഡ്സ് ഉണ്ട്, അതിലൊക്കെ വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ആരും എന്നെ കയറി തെറി വിളിക്കരുത്. കാരണം എന്താ വെച്ചാൽ അതിലും വരാം. അപ്പോൾ അതിലും നമ്മൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേഴ്സണലൈസ്ഡ് ആഡ്സിൻ്റെ ഒരു ഫ്ലോ കുറയും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. ഇത് മാത്രം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങളുടെ ജിമെയിലിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ അതിൻ്റെ സെർച്ച് ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യണം. എങ്ങനെയുണ്ടെങ്കിൽ ആക്ടിവിറ്റി ക്ലിയർ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇതിൽ സിമ്പിളായിട്ട് കാണിച്ചു തരാം. അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ബാക്ക് പോവാം. നമ്മുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ ക്രോം എടുക്കാം, ബീറ്റ എടുക്കാം. എന്നിട്ട് അതിൽ ഞാൻ എടുത്ത് വെച്ചതാണ് ഓൾറെഡി. അപ്പോൾ myactivity.google.com എടുക്കുക. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് മൈ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 സെർച്ച് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡെലിറ്റ് ആക്ടിവിറ്റി ബൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് ഡേ, ലാസ്റ്റ് അവർ, ഓൾവേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലായ്പ്പോഴും ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം ഇതില്ലെങ്കിൽ എന്താ, നമ്മൾ വാട്സപ്പ് എടുത്തതും വേറെ ലോഞ്ചർ എടുത്തതും എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ള ഇഷ്യൂ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തിനെ പറ്റിയ പോലെ തന്നെ അവർ കുട്ടി നോക്കുമ്പോൾ ഈ പേഴ്സണലൈസ് വല്ല അഡൽട്ട് കണ്ടൻ്റ് ആയിട്ടുള്ള ആഡുകൾ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാനം പോയിട്ട് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.